ഹലോ, ഞാനേ എന്തെടുക്കാമെന്നല്ലേ, ബീൻസ് അരിയുവാണേ. ബീൻസ് മേടിച്ച് വെച്ചാൽ ഒരു 2-3 ദിവസം അരിഞ്ഞില്ലെങ്കിൽ അത് അഴുക്കായി പോകില്ലേ. അപ്പം ഏറ്റവും എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു കറിയായത്. ഇപ്പം ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവും. ഭയങ്കര രുചികരവുമാണ്. ചോറ് അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പം നല്ല പച്ച ബീൻസ് ഇതുപോലെ കഴുകി നന്നായിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിയുക, കനം കുറച്ച് അരിയുക. നിങ്ങളിന്ന് എന്നൊക്കെ കറി വെച്ചു? എനിക്ക് മീൻകറി ഇരിപ്പുണ്ട്, ചിക്കൻ ഇരിപ്പുണ്ട്, സാമ്പാർ ഇരിപ്പുണ്ട്. അങ്ങനെ ഓരോരോ കറികളൊക്കെ ഇരിപ്പുണ്ട്. അതിൻ്റെ കൂടെ പോയി ബീൻസും കൂടെ അരിഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം ഒന്നും ഉണ്ടാക്കിയില്ല, ഒരു വലിയ പ്രയാസം ഒന്നും ചെയ്തില്ലല്ലോ എന്നൊരു ഗിൽറ്റി ഫീലിങ്. അപ്പം എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കുമായിരുന്നു എല്ലാ ദിവസവും. എനിക്കിതൊക്കെ ഉണ്ടാക്കിയിട്ടത് അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് കാണാൻ ഭയങ്കര ഇഷ്ടം. പ്രത്യേകിച്ച് എനിക്ക് അരിയുന്ന സാധനങ്ങൾ ഭയങ്കര ഇഷ്ടം അരിയാൻ. ഇവിടെ കിട്ടുന്ന നല്ല ബീൻസാണ്. ഒരു ബീൻസ് പോലും നല്ല ടെൻഡർ ബീൻസാണ്. അപ്പം ഒരു ബീൻസ് പോലും മൂത്തതോ അല്ലെങ്കിൽ കളയേണ്ടതായിട്ടോ ഒന്നുമില്ല കേട്ടോ. അടിപൊളിയാണ്. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? രാവിലെ ഞാൻ നടക്കാൻ പോയി, ഒരു മണിക്കൂറോളം നടന്നു. അപ്പോൾ ഫ്രഷ് എയർ കണ്ടപ്പോൾ ഒരു നല്ല സുഖം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ കുക്കിങ്ങൊക്കെ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കിങ്. നല്ലതായിട്ടൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടം. നല്ല ബീൻസാണ്. ഈ അച്ചിങ്ങക്കാരും ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. ഒരു ദിവസത്തിന് മാത്രമല്ല ഉണ്ടാക്കാറുള്ളൂ. പിറ്റേ ദിവസം ചൂടാക്കി കഴിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഒന്നൊന്നുണ്ടാക്കി അന്നൊന്ന് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പം നമ്മുടെ ബീൻസൊക്കെ ഞാൻ അരിഞ്ഞ് കഴിഞ്ഞു. എളുപ്പമാണ് കേട്ടോ. അതിനകത്തേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയത് വേണേ അതുപോലെ ചില്ലാം, അല്ലെങ്കിൽ തേങ്ങ ചിരണ്ടിയതും ഒരു 2 പച്ചമുളകും ഒരു ചെറിയ ഉള്ളി, ഒരു പീസ് ഗാർലിക്കും, ഒരു സ്വല്പം ഒരു നുള്ളു ജീരകവും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ അതൊന്നും അരിഞ്ഞൊക്കെ ഇട്ടാലും മതി. എന്നിട്ട് നന്നായിട്ട് ഉപ്പും കൂടി ഇട്ട് ബീൻസിനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വയ്ക്കുക. ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചിട്ട് ഇത് ഇടുക, ഒന്ന് അടച്ച് വയ്ക്കുക. കറിവേപ്പില എണ്ണ ധാരാളമായിട്ട് അരിഞ്ഞിട്ടോ കേട്ടോ. എനിക്ക് കറിവേപ്പില ഒരു വീക്ക്നെസ്സാണ്. എന്നിട്ട് മൂടി വെക്കുക. എന്നിട്ട് ആവി വന്ന് ഒരു ആവി വന്നു കഴിഞ്ഞ് 1 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഇത് തുറക്കുക. അത് വേകാനോ അതിൻ്റെ ഒത്തിരി നേരം പറ്റാനോ അങ്ങനെ ഒന്നും നിൽക്കരുത്. പറ്റാൻ വെള്ളമൊന്നും നമ്മൾ ഒഴിക്കുന്നില്ലല്ലോ. അതിനെ ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കുക. നല്ല ക്രഞ്ചിയും ടേസ്റ്റിയും നല്ല ഗ്രീൻ കളറിലുള്ള ബീൻസ് കിട്ടും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നോക്കിയാൽ എൻ്റെ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടായിരുന്നു നോക്ക് കേട്ടോ. അപ്പം ഞാൻ വെക്കാൻ പോവാണ്. ഓക്കെ, എനിക്ക് ഇത് കൂട്ടി നല്ല ചൂട് ചോറിൻ്റെ കൂടെ ചെയ്തിട്ട് കഴിച്ചിട്ട് ഒരു മീൻ വറുത്തോടെ ഉണ്ട്, ധാരാളം മതി. ഭയങ്കര ഇഷ്ടം. ഓക്കെ, അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ? ഓക്കെ, തേങ്ങ, പച്ചമുളക്, ഒരു ചെറിയ പീസ് ഉള്ളി, വെളുത്തുള്ളി ഒരു ചെറിയ പീസ്, 2-3 ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഉപ്പ്, ഇവയെല്ലാം കൂടെ കൂട്ടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക അതിനകത്തേക്കിട്ട്. പാൻ അടുപ്പിൽ വയ്ക്കുക, എണ്ണ ചൂടാക്കുക, കടുക് ഇടുക, പൊട്ടിക്കുക. അപ്പോഴത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസും അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇട്ട് നന്നായിട്ട് മൂടി വയ്ക്കുക, ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചിട്ട്. നല്ല ആവി വരുമ്പോൾ 1 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്ത ശേഷം തുറക്കുക, ഇളക്കുക. നമ്മുടെ ബീൻസ് തോരൻ, ക്രഞ്ചി ഗ്രീൻ കളേർഡ് ബീൻസ് തോരൻ റെഡി. അടിപൊളിയാണ്. ഇതിൽ കൂടുതൽ വെന്ത് പോയാൽ അതിൻ്റെ രുചി നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇത്രയേ ആകാവുള്ളൂ. ക്രഞ്ചി ആയിരിക്കും, നല്ല കളർ അതുപോലെ നിൽക്കുകയും ചെയ്യും. നല്ല മനോഹരമാണ് അത് കാണാൻ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. കൂടുതൽ വെന്ത് പോയാൽ ഗ്രീനിഷ് കളർ നമുക്ക് നഷ്ടപ്പെടും. ആ ടേസ്റ്റും വ്യത്യാസവും ആ ക്രഞ്ചിനെസ്സും നഷ്ടപ്പെടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടെൻഡർ ബീൻസ് ആയിരിക്കണം കേട്ടോ.
അല്ലെങ്കിൽ ഇത്ര നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ എൻജോയ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ. താങ്ക് യു വെരി മച്ച്.